ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു പഴയ ടൗലുമായിട്ടാണ് വന്നിട്ടുള്ളത്. മഴക്കാലത്ത് നമുക്ക് എത്ര ഡോർമാറ്റ് ഉണ്ടായാലും തികയില്ല. അപ്പോൾ ഇതുപോലെ നല്ല സ്റ്റിഫായിട്ടുള്ള ഇങ്ങനെ സ്ലിപ്പാവാത്ത ടൈപ്പ് ടവല്, ബെഡ്ഷീറ്റ് അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഡോർമാറ്റ് റെഡിയാക്കി എടുക്കാം. കുട്ടികളുള്ള വീടാണെങ്കിൽ എത്ര ഉണ്ടായാലും മതിയാവില്ല. ഇതുപോലൊരു കളറൊക്കെ പിടിച്ചിട്ടുള്ളൊരു ടർക്കിയാണിത്. ഇത് വെറുതെ കളയുന്നതിനെക്കാട്ടും നല്ലത് നമുക്ക് ഇതുമാതിരി ഡോർമാറ്റ് ഉണ്ടാക്കിയിട്ട് കുറച്ച് നാൾ യൂസ് ചെയ്തതിന് ശേഷം കളയാമല്ലോ. പിന്നെ ഇതെങ്ങനെയാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ആദ്യം ഇതുപോലെ കട്ടിയുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയണം. അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് സൂചിയൊക്കെ പൊട്ടാനും ഒക്കെ ഉള്ള സാധ്യതയുണ്ട്. ഡോർമാറ്റിൻ്റെ നീളം എടുത്തിരിക്കുന്നത് 30 ഇഞ്ചാണ്. നീളവും വീതിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുത്തോളൂ. വീതി എടുക്കുന്നത് 23 ഇഞ്ചാണ്. 23 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഈ സൈഡിലുള്ള ഈ ഒരു കട്ടിയുള്ള ഭാഗം ഉണ്ടല്ലോ, അതും കട്ട് ചെയ്തെടുക്കണം. അതിൻ്റെ അപ്പുറത്തേക്കാണ് മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. എന്നിട്ടിത് കട്ട് ചെയ്തെടുക്കുക. സ്ലിപ്പാവാത്ത നല്ല കോട്ടൻ്റെ ടവലുകൾ തന്നെ എടുക്കുക. അതുപോലെ താഴെ വെച്ച് കൊടുക്കുന്ന ബേസും കോട്ടൻ്റെ തന്നെ എടുക്കുക. ടവല് കട്ട് ചെയ്തത് വെച്ചിട്ട് അതിന് ബേസായിട്ട് വെച്ച് കൊടുക്കുന്ന തുണി ഇപ്പുറത്തെ സൈഡിലേക്ക് ഒരു 4 ഇഞ്ച് എടുത്തിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. അതുപോലെ 4 ഭാഗത്തേക്കും ഈ ഒരു 4 ഇഞ്ച് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. ബേസായിട്ട് വെച്ച് കൊടുക്കുന്ന തുണിയുടെ പൊട്ടപ്പുറത്തേക്ക് ഈ ഡോർമാറ്റ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ടവൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് 4 ഭാഗത്തേക്കും ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് പിന്നു കുത്തി കൊടുക്കുക. മടക്കിയിട്ട് ഇങ്ങനെ ബോർഡർ പോലെ വെച്ച് കൊടുക്കണം. സ്റ്റിച്ച് ചെയ്യാനുള്ള എളുപ്പത്തിന് നമുക്കിതൊന്ന് പിന്നു കുത്തി വെച്ചിട്ട് എല്ലാ ഭാഗവും സെറ്റ് ചെയ്തെടുക്കാം. കോർണറുകൾ ആദ്യം ഒന്ന് ഇതുപോലെ മടക്കി കൊടുക്കുക. ഈ ഒരു തുമ്പ് ഭാഗം ഇങ്ങനെ മടക്കി വെച്ചിട്ട് അവിടെ ഒരു പിന്നു കുത്തി കൊടുക്കുക. എന്നിട്ട് ഈ ഒരു കോർണർ ഇതിങ്ങനെ മടക്കി വയ്ക്കണം. ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഈ ഒരു ഭാഗം തയ്യൽ തുമ്പ് ഇങ്ങനെ മടക്കി വെച്ച് പിന്നു കുത്തി കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തും ഇതുപോലെ വെച്ചിട്ട് ഇവിടെയും പിന്നു കുത്തി കൊടുക്കണം. അതിന് മുമ്പ് നമ്മൾ ഈ ആദ്യം മടക്കി വെച്ചിട്ടുള്ള ഭാഗത്തു നിന്നുള്ള പിന്നു ഊര, അതല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ അത് ഉള്ളിലായിപ്പോവും. എന്നിട്ട് ഇങ്ങനെ കോർണർ മടക്കി വെച്ചിട്ട് തയ്ച്ചെടുക്കുക. ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി തോന്നും. ചെയ്ത് തുടങ്ങുമ്പോൾ നല്ല ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്കിത് തയ്ച്ചെടുക്കാം. നിങ്ങൾക്ക് കോർണറുകൾ സ്റ്റിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ 4 കോർണറും ഇതുപോലെ തന്നെ ചെയ്ത് വെച്ചിട്ട് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അടിയിലത്തെ ഭാഗം കാണാത്ത രീതിയിൽ ഇതുപോലെ ഇരിക്കണം കോർണർ ഭാഗം. കോർണർ നമ്മൾ ലാസ്റ്റിലാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പം ആദ്യം നമുക്കിത് ബോർഡർ പിടിപ്പിച്ചെടുക്കാം. 4 ഭാഗവും ബോർഡർ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കോർണറുകൾ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ പിടിച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഒന്ന് ലോക്ക് ചെയ്തും തയ്ച്ച് കൊടുക്കുക. അത്രയേ ഉള്ളൂ കോർണറിൻ്റെ സ്റ്റിച്ചിങ്. ഇതേപോലെ തന്നെ 3 സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാണ് നമ്മളെ ഫൈനൽ ലുക്ക്. ഡോർമാറ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെ കളയാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള ടൗലുകളൊക്കെ ഉണ്ടെങ്കിൽ എടുത്തിട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. മഴക്കാലത്ത് നമുക്ക് ഒരുപാട് യൂസ്ഫുള്ളാവും. ഇപ്പോൾ കീറിയിട്ടുള്ളതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ആ ഒരു ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് യോജിപ്പിച്ചിട്ട് തയ്ച്ചെടുത്താലും മതി. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ബേസായിട്ട് വെച്ച് കൊടുക്കുന്ന തുണി കോട്ടൺ തന്നെ ആയിരിക്കണം. സ്ലിപ്പാവുന്ന ടൈപ്പുള്ള തുണികളൊന്നും വെച്ച് കൊടുക്കരുത്.
അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ ഒന്ന് ഓണാക്കി വെക്കുക. അടുത്തൊരു യൂസ്ഫുൾ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.